ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മീനൊന്നും കിട്ടാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു കറിക്ക് മീൻ കറിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അത് വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക ഞാനിവിടെ അളന്നെടുത്തിട്ടുള്ള ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഒരു 10-12 വെണ്ടക്ക അത്രയും എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെണ്ടക്കയുടെ ആ ഒരു കൊഴുപ്പ് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര അളവിൽ വേണമെങ്കിലും ചെയ്യട്ടെ. ഞാനിപ്പോൾ ഒരു ഏകദേശം അളവ് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അളന്ന് ചെയ്യേണ്ട കറിയൊന്നുമല്ല. നമ്മൾ സാധാരണ കറി വെക്കുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ അളന്നിട്ടൊന്നുമല്ല ചെയ്യാറുള്ളത്. അപ്പോൾ വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇനി പ്രത്യേകിച്ച് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവയുടെ കൂടെ വേണമെങ്കിൽ കടുകും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ കടുക് ചേർക്കണില്ല. ഈ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർക്കണില്ല, വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മളിങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ ഒരു ഉള്ളി ഞാനൊരു 5-6 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ഉള്ളി തന്നെ എടുക്കുക. ചെറിയ ഉള്ളി ആണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്താലും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരുപാട് സമയം നമ്മളിങ്ങനെ തുറന്ന് വെച്ച് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് നമുക്ക് ടൈം അങ്ങനെ പോവുകയാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ഉടഞ്ഞ് കിട്ടും. തക്കാളിയൊക്കെ ഉടഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പാടുള്ളൂ. മീനിലേക്ക് ചേരുന്ന അത്രയും മസാലകളൊന്നും ഇതിലേക്ക് ചേരൂല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടുതലായി പോകണ്ട. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയുടെ ഒരു പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എപ്പോഴും മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ മസാലയുടെ ആ ഒരു ടേസ്റ്റ് ആവും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഏത് കറി വെക്കുകയാണെങ്കിലും മസാല ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിങ്ങനെയൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്ത് എത്ര സമയം വഴറ്റുന്നു അങ്ങനെയൊന്നും ടൈമൊന്നും നോക്കിയിട്ടല്ല ചെയ്യാറുള്ളത്. മസാലയുടെ ആ ഒരു നല്ല ഒരു മൂത്ത സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്രയും മതി. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണിത്. അപ്പം നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിന് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വേണം നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാനായിട്ട്. വെണ്ടയ്ക്കയും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി പ്രത്യേകിച്ച് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെണ്ടയ്ക്കൊന്ന് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം,
ഒരു ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ മീൻകറിയിലേക്കൊക്കെ അരച്ചെടുക്കുന്ന അതേ അരപ്പാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മിക്സിയുടെ ജാറിൽ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കറിയുടെ ആ ഒരു ലൂസിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറി തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കറി പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കടുക് ഉള്ളിയൊക്കെ വേണമെങ്കിൽ താളിച്ചിട്ട് ഒഴിക്കട്ടോ. ഞാൻ നേരത്തെ നമ്മൾ ഉലുവയും ഉള്ളിയൊക്കെ താളിച്ചത് കാരണം തന്നെ വീണ്ടും ഞാൻ താളിച്ചിട്ട് ഒഴിക്കണില്ല. കൂടുതലായിട്ട് ഇങ്ങനെ എണ്ണയിൽ താളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണയുടെ സ്മെല്ലും അതുപോലെ തന്നെ ചട്ടിയിൽ കുറച്ച് സമയം ഈ കറി ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചട്ടിയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.